നവകേരള സദസ്സ് കഴക്കൂട്ടം മണ്ഡലത്തിൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് പരിപാടി. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലെ സദസ്സോടെ 37 ദിവസം നീണ്ടുനിന്ന സദസ്സിന് സമാപനമാകും. അതേസമയം പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധം തുടരുകയാണ്. ശ്രീകാര്യത്ത് യൂത്ത് കോൺഗ്രസ് യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തി. ശ്രീ കെ എൻ ബാലഗോപാലിന് SAT ആശുപത്രിയുടെ സൂപ്രണ്ട് ഡോക്ടർ എസ് ബിന്ദു, ശ്രീമതി ചിഞ്ചു റാണിക്ക് ശ്രീമതി കാർത്തികയാണ് സമ്മാനം കൊടുക്കുക. കുടുംബശ്രീകളുടെ പ്രതിനിധിയാണ് കാർത്തിക. പ്രിയപ്പെട്ട ശ്രീ VN വാസവന് അധ്യാപകരുടെ പ്രതിനിധിയായിട്ടുള്ള ശ്രീമതി ഷീജ ധരൻ സമ്മാനം കൊടുക്കും. സജി ചെറിയാന് കുമാരി തന്മയ സോൾ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവാണ്, ബാലതാരമാണ്, നമ്മുടെ ഈ നാട്ടിലെ കൊച്ചുകുട്ടിയാണ് തന്മയ. പ്രിയപ്പെട്ട മുഹമ്മദ് റിയാസിന് സാഹിത്യകാരന്റെ പ്രതിനിധിയായിട്ട് ചന്തവിള മുരളി. പി പ്രസാദിന് അസിസ്റ്റന്റ് കൃഷി ഡയറക്ടറായിട്ടുള്ള റീജ S ധരൻ. ശ്രീമതി R ബിന്ദുവിന് സ്റ്റുഡൻസ് പോലീസ് പ്രതിനിധിയായിട്ടുള്ള കുമാരി കാർത്തിക. ശ്രീമതി വീണ ജോർജിന് ശ്രീമതി സിന്ധുമോൾ രാഷ്ട്രപതിയുടെ അവാർഡ് ജേതാവാണ്, നഴ്സുമാരുടെ പ്രതിനിധിയാണ്. ശ്രീ V അബ്ദുൾ റഹ്മാന് മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധിയായിട്ടുള്ള ഡാനി. ഇവിടെ പ്രിയമുള്ളവരെ, ഇനി മുഖ്യമന്ത്രിയുടെ സംസാരം കേൾക്കാനാണ് നമ്മൾ കാതോർക്കുന്നത്. എന്തിനാണ് ഈ നവകേരള സദസ്സെന്ന ചോദ്യം ഉയർത്തിയ ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് എന്ത് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചവരുണ്ട്. നവകേരള സദസ്സ് ജനങ്ങളിൽ നിന്ന് പഠിക്കാനും ജനങ്ങളോട് പറയാനുമാണെന്ന് കഴിഞ്ഞ 36 ദിവസക്കാലമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളീയ സമൂഹത്തെയും ഈ രാജ്യത്തെ തന്നെയും ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളിൽ നിന്നാണ് കൂടുതൽ പഠിക്കേണ്ടത്. വിനോദ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിനോദ്, കഴിഞ്ഞ മാസം 18-ന് കാസർകോട് മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച നവകേരള സദസ്സിന്റെ യാത്ര 35 ദിവസം പിന്നിട്ട് ഇന്ന് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ സമാപിക്കുകയാണ്. നമുക്കറിയാം, തുടക്കത്തിൽ വലിയ സമാപന സമ്മേളനം പുരോഗമിക്കുകയാണ്. നമുക്കറിയാം, തുടക്കത്തിൽ തന്നെ വലിയ തരത്തിൽ കേന്ദ്രത്തിനെതിരെയും സംസ്ഥാന പ്രതിപക്ഷത്തിനെതിരെയും ഒക്കെ എന്താണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ കൃത്യമായി പറയാൻ സർക്കാരിന് സാധിച്ചിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വലിയ പ്രതിഷേധങ്ങൾക്കടക്കം നവകേരള സദസ്സ് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ വലിയ ഇതുവരെ കാണുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ കാണുകയുണ്ടായി. ഇപ്പോൾ സമാപന സമ്മേളനം തുടങ്ങുകയാണ്. പ്രതിപക്ഷ കഴക്കൂട്ടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി ഇപ്പോൾ സംസാരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നവകേരള സദസ്സ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കഴക്കൂട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് കഴക്കൂട്ടം മണ്ഡലത്തിലെ പരിപാടി. ഇത് കഴിഞ്ഞ് വട്ടിയൂർക്കാവിലാണ് സമാപന പരിപാടി. അതായത് ഏറ്റവും 140 മണ്ഡലങ്ങളിലെ, അതായത് എറണാകുളം ജില്ലയിൽ ഒഴികെയുള്ള യാത്ര നമ്മൾ നേരത്തെ ഉള്ളതാണ്. നിശ്ചയിച്ച പ്രകാരത്തിൽ ചെറിയ മാറ്റം വരുത്തി ഏറ്റവും ഒടുവിൽ ക്രിസ്മസിന് മുൻപ് തന്നെ യാത്ര അവസാനിപ്പിക്കേണ്ട തരത്തിൽ ക്രമീകരിച്ചതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിലെ സമാപന സമ്മേളനം അതോടുകൂടി നിശ്ചയിച്ച പ്രകാരമുള്ള തരത്തിൽ ആ തീയതിയിൽ യാത്ര അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഒരു ജില്ലയിലെ പരിപാടികൾ അത് പിന്നീട് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും ഈ യാത്ര സംബന്ധിച്ച് ഉയർന്ന ഒരുപാട് ചോദ്യങ്ങൾ, അതിന് സർക്കാരിനുള്ള മറുപടി, അതിനെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ കൃത്യമായ വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടാവുകയും ലഭിച്ച പരാതികളിൽ എത്ര ശതമാനം പരിഹരിച്ചു, അതായത് 45 ദിവസമാണ് പരാതികൾ പരിഹരിക്കുന്നതിന് സർക്കാർ കാലാവധിയായി നിശ്ചയിച്ചത്. അതിൽ ഏതാണ്ട് പകുതിയിൽ താഴെ മാത്രം, ചെറിയൊരു ശതമാനം മാത്രമാണ്, 4/1 പരാതികൾ മാത്രമാണ് ഇതുവരെ പരിഗണിക്കാൻ, അത് പരിഹരിക്കുന്നതിനുമുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുള്ളതായി നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ നിശ്ചയിച്ച പ്രകാരം തന്നെ ഇതിന്റെ ഈ പരാതികൾ പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ, അതിന് സർക്കാർ കൈക്കൊള്ളുന്ന സാധാരണക്കാർ നൽകിയ പരാതികളാണ്. പലപ്പോഴും സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ട് പോലും നടക്കാത്ത കാര്യങ്ങൾ അതിൽ ഉണ്ട്. ആ കാര്യങ്ങളിലൊക്കെ സർക്കാർ എന്ത് നയപരമായ തീരുമാനമെടുക്കും, നിയമങ്ങളിൽ മാറ്റം വരുത്തുമോ, ചട്ടങ്ങളിൽ ഭേദഗതി ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യമാണ്. പക്ഷേ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ളതല്ല ഈ യാത്ര, അതിനുവേണ്ടി മാത്രമുള്ളതല്ല ഈ യാത്ര എന്ന കാര്യം മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കി. മാത്രവുമല്ല, ചാഴിക്കാടന്റെ പ്രസംഗം, ആ പ്രസംഗം തിരുത്തിക്കൊണ്ട് തന്നെ
ആ, മുഖ്യമന്ത്രി നടത്തിയ അദ്ദേഹം എടുത്ത നിലപാടുണ്ട്. അത് ഈ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ, അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാടുകളെ ഇതെല്ലാം തുറന്നു കാട്ടിയുള്ള ഒരു യാത്ര തന്നെയായിരുന്നു നവകേരള സദസ്സ്. ആ ഒരു വിലയിരുത്തൽ തന്നെയാണ് ഇടത് ക്യാമ്പിനുള്ളത്. ഇടത് ക്യാമ്പിലെ എല്ലാ നേതാക്കളും ആ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ജനങ്ങളുമായി ഈ നിലയിൽ സംവദിക്കാൻ കഴിഞ്ഞത് രാഷ്ട്രീയമായി LDF-ന് മെച്ചമുണ്ടാക്കും എന്ന വിലയിരുത്തൽ തന്നെയാണ് ഇടത് ക്യാമ്പിനുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റായിരുന്നു. പിന്നീട് ഈ മുന്നണി മാറ്റത്തിലൊക്കെ വ്യത്യാസം വന്ന് ഒരു MP LDF-ന് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. 18 സീറ്റ് എന്ന നിലയിലാണ് UDF സംസ്ഥാനത്തുള്ളത്. ഈ ഒരു നിലയിൽ മാറ്റം വരുത്തുക, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഈ യാത്ര കഴിയുന്നതോടുകൂടി മന്ത്രിസഭ അഴിച്ചുപണി ഉണ്ടാവുകയാണ്. 2 പുതിയ മന്ത്രിമാർ വരികയും 2 പേർ ഒഴിയുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ വകുപ്പുകളിൽ മാറ്റമുണ്ടാകുമോ എന്ന കാര്യം ഏവരും ഉറ്റുനോക്കുന്ന കാര്യമാണ്. സർക്കാർ മുഖം മിനിക്കുന്നു, ജനങ്ങളെ മുഖാമുഖം കണ്ട് ഈ യാത്ര അവസാനിപ്പിക്കുന്നു എന്ന LDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം, അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ അടിമുടി സംഘർഷഭരിതമായ ഒരു യാത്ര, കേരള രാഷ്ട്രീയം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു മുഖ്യമന്ത്രി നടത്തുന്ന യാത്ര, ഒരു രാഷ്ട്രീയ യാത്ര, ഒരു മുന്നണിയുടെ യാത്ര മാറി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലാത്തി ചാർജിന്റെ ബഹളമായിരുന്നു. പാർട്ടി പ്രവർത്തകർ, വിവിധ പാർട്ടി പ്രവർത്തകർ ഏറ്റുമുട്ടുന്ന, തെരുവിൽ വലിയ വടികളും കമ്പുകളും കൊണ്ട് പരസ്പരം അടിക്കുന്ന, പരസ്പരം തല്ലി ഒടിക്കുന്ന തരത്തിലുള്ള സംഘർഷഭരിതമായ സംഘട്ടനം രംഗങ്ങൾ നിറഞ്ഞ ഒരു യാത്രയായിരുന്നു. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിലേക്ക് കടക്കുമ്പോൾ അടിയും പ്രത്യാക്രമണവും ഉണ്ടാകുന്നതാണ്. ആദ്യ ഘട്ടത്തിൽ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുമ്പോൾ പോലീസ് അവരെ മർദ്ദിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ DYFI പ്രവർത്തകർ പല സ്ഥലങ്ങളിലും ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും ഈ പ്രതിഷേധക്കാരെ തല്ലുന്നു. പക്ഷേ അടിക്ക് തിരിച്ചടി എന്ന നിലയിലേക്ക് പിന്നീട് കാര്യങ്ങൾ മാറി. യൂത്ത് കോൺഗ്രസുകാർ കൊല്ലത്ത് വടികൊണ്ട് തന്നെ തിരികെ LDF-ന്റെ പ്രവർത്തകരെ. ഈ പരിപാടിയുടെ ഘടന തന്നെ എല്ലാവരെയും സഹകരിപ്പിക്കുന്നതായിരുന്നു. ഇവിടെ അധ്യക്ഷത വഹിക്കുന്നത് ഇവിടുത്തെ MLA ആണ്. എല്ലാ മണ്ഡലത്തിലും അധ്യക്ഷത വഹിക്കേണ്ടത് അവിടുത്തെ MLA ആണെന്നാണ് ഞങ്ങൾ കണ്ടത്. ഈ പരിപാടിയുടെ സംഘാടന ചുമതല ഓരോ മണ്ഡലത്തിലും പ്രധാനമായി വഹിക്കേണ്ടത് MLA തന്നെയാണ്. അപ്പോൾ അതത് മണ്ഡലത്തിലെ MLA-യുടെ നേതൃത്വത്തിൽ സംഘാടനവും പരിപാടി നടത്തലും ഒക്കെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ വരുമ്പോൾ 41 മണ്ഡലങ്ങളിൽ UDF-ന്റെ MLA-മാരായിരിക്കും സംഘാടനവും അധ്യക്ഷതയും. ഇത് എല്ലാവരെയും സഹകരിപ്പിക്കുക എന്ന ഉദ്ദേശത്തിന്റെ ഭാഗമായി തന്നെയായിരുന്നു. പക്ഷേ എല്ലാവരും സഹകരിക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ടാണ് സഹകരിക്കാൻ തയ്യാറാകാതിരുന്നത് എന്ന് ഇതേവരെ പറഞ്ഞിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്ത് ഞങ്ങൾ അവതരിപ്പിക്കുന്ന പ്രശ്നങ്ങളിൽ ഏതിനോടെങ്കിലും വിയോജിപ്പുണ്ടോ? ഇവിടെ പ്രശ്നങ്ങളാകെ അവതരിപ്പിച്ചിട്ടുണ്ടാവും. ധനമന്ത്രി തന്നെ സംസാരിക്കുമ്പോൾ ധനസ്ഥിതി കേന്ദ്രം നൽകേണ്ട വിഹിതം കുറക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. അതിലൊക്കെ ഏതിനോടെങ്കിലും വിയോജിപ്പുണ്ടോ? നമുക്ക് അർഹതപ്പെട്ടത് നമുക്ക് ലഭിക്കണം എന്ന അഭിപ്രായമില്ലേ? അങ്ങനെ ലഭിച്ചാലല്ലേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ശരിയായി നിർവഹിക്കാനാവുക. എന്താണ് ഇവിടെ യോജിപ്പിന് തടസ്സമായി നിന്നത്? ഇതേവരെ അത് വ്യക്തമാക്കിയിട്ടില്ല. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടന്നു.
ഈ ബഹിഷ്കരിച്ച തീരുമാനം പ്രഖ്യാപിക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്. ആ ഘട്ടത്തിൽ പറഞ്ഞില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ, ചില പ്രധാനികൾ വിവിധ ജില്ലകളിൽ ഈ നവകേരള സദസ്സുമായി സഹകരിച്ചു. അതിലൊരു പ്രധാനി സംസ്ഥാനത്താകെ അറിയപ്പെടുന്ന കോൺഗ്രസിന്റെ നേതാവ്, പാലക്കാട് AV ഗോപിനാഥ്, പഴയ MLA. നവകേരള സദസ്സ് തിരുവനന്തപുരം മണ്ഡലത്തിൽ പര്യടനം തുടരുമ്പോൾ കഴക്കൂട്ടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയായിരുന്നു. നവകേരള സദസ്സിന് ഇന്ന് സമാപനം കൂടിയാണ്.